ആരും കാണാതെ പോകരുത് ചാലക്കുടിയിലെ 5-ാം വാർഡിലുള്ള ശ്രീജിത്ത് മോൻ്റെ വിഷമം. കാലുമൊക്കെ നീര് വന്ന് ഒരു അപൂർവ രോഗമാണ് ശ്രീജിത്തിന്. ചികിത്സയ്ക്ക് ഏകദേശം 10 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. ഇപ്പോൾ അമൃത ഹോസ്പിറ്റലാണ്. ICUയിലേക്ക് മാറ്റുവാൻ പോവുകയാണ് ശ്രീജിത്തിന് അസുഖം കൂടുതലായിട്ട്. ചികിത്സയ്ക്ക് പണമില്ലാത്തത് കൊണ്ട് അവിടുത്തെ കൗൺസിലർ കൂടിയിട്ട് ശ്രീജിത്തിൻ്റെ പേരിൽ, അമ്മയുടെ പേരിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ട് ചേർന്നിട്ടുണ്ട്. സഹായിക്കണം, താഴ്മണി ഞാൻ അപേക്ഷിക്കുകയാണ് നമ്മളോട് എല്ലാവരോടും. എൻ്റെ മകന് ഈ അസുഖം തുടങ്ങിയിട്ട് 1 വർഷമായി. ഞങ്ങൾക്ക് പൈസ ഇല്ലാത്ത കാരണം ബുദ്ധിമുട്ടില്ല ചികിത്സിക്കാൻ. എൻ്റെ മോൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞങ്ങൾക്ക് വീടും സ്ഥലമൊന്നുമില്ല. ഞങ്ങളുടെ വീട് ചാലക്കുടിയിലാണ്. എൻ്റെ കെട്ടിയോന് കടയിലാണ് ജോലി. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കൊണ്ടാണത്. അസുഖം മാറാത്ത പൈസ ഇല്ലാത്ത കാര്യം. SLE എന്ന് പറഞ്ഞ അസുഖമാണ്. ഞാൻ ജോഷിപ്പോലസംഗമേലയാണ്. ആ കുട്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ ചാലക്കുടിയിലെ 5-ാം വാർഡിലെ കൗൺസിലർ എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. ചാലക്കുടി നഗരസഭ 5-ാം വാർഡിലെ കൗൺസിലറാണ് ഞാൻ, ജോയി ചാമോളത്തിൽ. എൻ്റെ വാർഡിൽ കനാൽപ്പുറം ബൈക്കിൽ താമസിച്ചിരുന്ന ശ്രീജിത്ത്, 19 വയസ്സ്, കൊല്ലാറാണ് വീട്ടുപേര്, പനമ്പള്ളി കോളേജിനടുത്ത്. ഞാൻ കഴിഞ്ഞ 40 ദിവസത്തോളമായി അമൃത ആശുപത്രിയിൽ മാരക രോഗത്താൽ ചികിത്സയിലാണ്. ടിയാൻ്റെ നിർധനായ കുടുംബം വളരെയധികം അവിടെ നിന്നൊക്കെ വായ്പ മേടിച്ച് കഷ്ടപ്പെട്ട് ആണ് ഇതുവരെ ചികിത്സ നടത്തി പോകുന്നത്. ഇപ്പോൾ ടിയാൻ്റെ ചികിത്സയ്ക്ക് മിനിമം 10 ലക്ഷത്തിലധികം രൂപ ആവശ്യമായി വന്നിരിക്കുകയാണ്. നിർധനരായ കുടുംബത്തിന് എവിടെ നിന്നും ഇനി വാങ്ങുവാനോ സഹായം അഭ്യർത്ഥിക്കാനോ സാധിക്കുന്നില്ല. ആയതുകൊണ്ട് ദയവുണ്ടായി ഈ വാർത്ത കേൾക്കുന്നവർ ടിയാൻ്റെ കുടുംബത്തിന്, ടിയാന് വേണ്ടി സാധിക്കുന്ന വിധത്തിൽ എല്ലാ സഹായങ്ങളും ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കൗൺസിൽ പറഞ്ഞ എല്ലാം നിങ്ങൾ കേട്ടല്ലോ. ഇത് സത്യമായ ഒരു ന്യൂസാണ്, ഇത് ഫേക്ക് അല്ല. ഇത് ആ കുട്ടിയുടെ അപ്പൂപ്പനാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ജോയിന്റ് അക്കൗണ്ട് ചേർന്നിട്ടുണ്ട്. കൗൺസിലിന് കൂടിയിട്ടാണ് ഒരു ജോയിന്റ് അക്കൗണ്ട് ചേർന്നേക്കണേ. അപ്പൊ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിൽ ഉള്ളത് രൂപയെങ്കിലും 200 രൂപയെങ്കിലും വെച്ച് ഇട്ട് കൊടുക്കുന്നത് ഞാൻ സഹായിക്കുമെന്ന് താങ്കളോട് അപേക്ഷിക്കുകയാണ്. ഇതൊരു സത്യമായ ന്യൂസാണ്, ഫേക്ക് അല്ല. 100% ഇത് സത്യം തന്നെയാണ്. കുട്ടി ഇപ്പോഴും അമൃത ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്.